അവില് മിൽക്കിൻ്റെ ഫാനാണോ നിങ്ങൾ? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അവില് മിൽക്ക്. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ ഈ അവില് മിൽക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ഫുഡൊക്കെ ഒഴിവാക്കി ഇതൊറ്റ ഗ്ലാസ് അങ്ങോട്ട് കുടിച്ചാൽ മതി, വയറങ്ങോട്ട് ഫില്ലാവും. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബൂസ്റ്റ് അവില് മിൽക്കാട്ടോ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ, മാത്രമല്ല ഭയങ്കര അപാര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പഴം ഇതുപോലെ നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ട് ഉടച്ചു കൊടുക്കുക. 2-3 പഴമൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഉടച്ചു കൊടുക്കുക. പിന്നെയും പഴം എടുത്തിട്ട് അങ്ങനെ ചെയ്തെടുക്കട്ടെ. മൊത്തത്തിൽ ഉടച്ചെടുക്കേണ്ട, അതെൻ്റെ ഐഡിയ ആയിപ്പോയി. ഫുള്ളായിട്ട് പുറത്തേക്ക് പോകും. പഴം മിക്സിയിൽ അരച്ചെടുക്കരുത്, ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുന്നതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക, കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യാലെന്നുണ്ടെങ്കിൽ കൂടി പോകും. ഇനി നമുക്ക് ബൂസ്റ്റ് പൊടി ചേർക്കാം. ഞാൻ 5 രൂപയുടെ 2 പേക്ക് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ശ്രദ്ധിച്ചു. 2 ബൂസ്റ്റ് പൊടിൻ്റെ കളർ വ്യത്യസ്തമാണ്. ഒന്ന് കുറച്ച് ഡാർക്കായിട്ട്, ഒന്ന് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് പറഞ്ഞോന്നുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതെ, വലിയ ബൂസ്റ്റ് പൊടിൻ്റെ ബോട്ടിലൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഈ 5 രൂപയുടെ, ഈ വെറും 5 രൂപയുടെ ബൂസ്റ്റ് പൊടിൻ്റെ ഒരു പവർ എന്താണെന്നറിയോ? അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വെറുതെ തള്ളിപ്പറയില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇത് തണുത്ത പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ എന്താ, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ബൗള് കുറച്ച് വലുതായി പോയോ എന്നൊരു സംശയം. ഞാൻ സാവധാനം ഇങ്ങനെ മിക്സാക്കി എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. എടോ, ഇത്ര പണിയുള്ളൂ, സംഭവം ഈസിയാണ്. പിന്നെ എന്താണെന്നറിയോ, ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കും. അതെനിക്ക് ഉറപ്പ് തരാൻ കഴിയും. അവില് മിൽക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ലെയറിങ്. നമ്മൾ നല്ലൊരു ഗ്ലാസ് എടുക്കുക. ആദ്യം ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുന്നു, പിന്നെ പൊരിയവൽ ഇട്ട് കൊടുക്കുന്നു, പിന്നെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നു. ഫസ്റ്റത്തെ ലെയറിൽ കടല ഇടാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ ഇത് 2ാമത്തെ ലെയറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. വീണ്ടും പൊരിയവൽ ഇട്ട് കൊടുക്കുന്നു, പിന്നെ നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ അത് നമ്മൾ ആ ഒരു ഗ്ലാസ്സോ ബൗൾ എന്താ വെച്ചാൽ അത് ഫില്ലാകുന്ന വരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ കയ്യിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് നട്സും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും ടോപ്പിൽ കുറച്ച് കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാനിത് ബൂസ്റ്റ് പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ആക്കല്ലേ? അപ്പോൾ വേഗം തന്നെ സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ ടാറ്റാ, ബൈ ബൈ.